ആറ്റുകാൽ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന തോറ്റംപാട്ട്. ദേവിയെ പാട്ടുപാടി കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകുന്നത്. തിരുവനന്തപുരം കൊഞ്ചിറവിള സ്വദേശിയായ മധുവാശാനാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തോറ്റംപാട്ട് പാടി ദേവിയെ കുടിയിരുത്തുന്നത്. ആറ്റുകാൽ മുടിപ്പുരയിൽ പാട്ട് തുടങ്ങുന്നുവെന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. പുറത്തിച്ചെടിയുടെ അഥവാ പൈനാപ്പിളിന്റെ 7 നാരുകൾ ചേർത്ത് പഞ്ചലോഹ മോതിരത്തിൽ കെട്ടിയാണ് ദേവിക്ക് ഉടവാളിലും മേൽശാന്തിക്കും കാപ്പ് കെട്ടുന്നത്. ഭദ്രകാളിയെ ശ്രീകോവിലിൽ നിന്ന് എഴുന്നള്ളിച്ച് പാട്ടുപുരയിൽ കുടിയിരുത്തി ഭദ്രകാളിയുടെ അവതാരകഥ ആദ്യ അവസാനം പാടുന്നതാണ് തോറ്റംപാട്ട് എന്ന ചടങ്ങ്. തോറ്റംപാട്ട് ദേവിയുടെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ തോറ്റംപാട്ട്. ഈ പാട്ടിൻ്റെ രീതി അനുസരിച്ചാണ് പൂജകളും കാര്യം നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒന്നാം ഉത്സവം നമ്മൾ ദേവിയെ കൊടുങ്ങലിൽ നിന്ന് പാടി ശ്രീകോവിലിനകത്ത് ഉടവാളി കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും. 2ാം ദിനത്തിൽ ദേവിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചാണ് തോറ്റംപാട്ട്. 3ാം ദിവസം കോവലനും ദേവിയുമായുള്ള വിവാഹത്തിന്റെ വർണ്ണനകൾ മാലപ്പുറം പാട്ടിലൂടെ തോറ്റംപാട്ടുകാർ വിവരിക്കും. 4ാം ഉത്സവ ദിനത്തിൽ ദരിദ്രനായി തീർന്ന കോവലൻ നിത്യവൃത്തിക്കായി ദേവിയുടെ ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോകുന്നതും 5ാം ദിവസം ദേവിയുടെ ചിലമ്പുമായി പോകുന്ന കോവലനെ മധുര നഗരിയിലെ സ്വർണ്ണപ്പണിക്കാരൻ ചിലമ്പ് മോഷ്ടാവായി ചിത്രീകരിച്ച പാണ്ഡ്യരാജാവിന്റെ സദസ്സിൽ എത്തിക്കുന്നതും തോറ്റംപാട്ടിൽ വിവരിക്കും. രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചുവെന്ന കുറ്റം ചുമത്തി പാണ്ഡ്യരാജാവ് കോവലനെ വധിക്കുന്ന കഥയാണ് അടുത്ത ദിവസം പാടുക. ഇതിന്റെ ദുഃഖസൂചകമായി രാവിലെ ക്ഷേത്രനട 7 മണിക്ക് തുറക്കൂ. അന്ന് ദേവി കൈലാസത്തിൽ പോയി പരമശിവനിൽ നിന്നും വരം വാങ്ങി കോവലനെ ജീവിപ്പിക്കുന്നതും കോവലനെ ചതിച്ച സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്നത് അടുത്ത ദിവസവുമായി പാടും. പിന്നീട് പൊങ്കാല ദിവസം രൗദ്രഭാവം പൂണ്ട ദേവി പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതാണ് പാട്ടിലെ കഥ. ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലയിട്ട് ആഘോഷിക്കുന്നു. 1 ലക്ഷത്തോളമോ അതിലധികമോ വരുന്ന തോറ്റംപാട്ട് മനഃപ്പാഠമാക്കി 10 ദിവസം തുടർച്ചയായി പാടുന്ന മധുവാശാന്റെ മുൻ തലമുറകൾക്കും അടുത്ത തലമുറകൾക്കും ഇതൊരു നിയോഗം കൂടിയാണ്. വളരെ കൊച്ചിലെ അച്ഛൻ്റെ പുറകെ നടന്ന് പിന്നെ അച്ഛൻ മേട 10 നമ്മളെ വീട്ടിൻ്റെ പറമ്പിൽ പെര കെട്ടും. പെര കെട്ടി അവിടെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് അവിടെ ഇരുന്ന് പാടും. പാടി 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 കേട്ടാണ് പഠിക്കേണ്ടത്. ഇതിന് ഗ്രന്ഥമില്ല, എഴുതി പഠിച്ചുകൂടാ. മനസ്സിലായില്ലേ? അത് കേട്ട് പഠിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ പഠിച്ചതാണ്. പിന്നെ ദേവിയുടെ ഒരു അനുവാദവും പഠിപ്പിച്ച അച്ഛനെന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ആ ഗുരുവിൻ്റെയൊക്കെ അനുഗ്രഹത്തോടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.